ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ ഡോക്ടർ APJ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം നേടിയത് ആരാണ്? രമേശ് ചെന്നിത്തല. ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഏതാണ്? ഓർബിറ്റ് എയ്ഡ് എയ്റോസ്പേസ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഇന്റർനെറ്റ് റേഡിയോ ഏതാണ്? റേഡിയോ നെല്ലിക്ക. ദേശീയ പുരുഷ വോളിബോൾ കിരീടം നേടിയ ടീം ഏത്? റെയിൽവേസ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര വിഭാഗത്തിലുള്ള പുരസ്കാരം നേടിയ കൃതിയേത്? പുല്ലരിമധുരം പ്രദീപ് ഓർക്കാട്ടേരി. 2026 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ജർമ്മന് ചാൻസലർ ആരാണ്? ഫ്രീഡ്രിഷ് മേഴ്സ്. ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമേതാണ്? ഒമാന്. മികച്ച ഭൗതിക സാഹചര്യങ്ങളും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവുമുള്ള കേരളത്തിലേക്ക് ഭാവിയിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് തൊഴിൽ അവസരങ്ങൾ സാധ്യമാക്കുന്നതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? തിരികെ. അഗ്നിരക്ഷാസേനയിലെ ഫയർവുമൺ തസ്തികയുടെ പുതിയ പേര് എന്താണ്? ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. സംസ്ഥാന മൃഗവും പക്ഷിയും പോലെ സംസ്ഥാന ബാക്ടീരിയയെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയുടെ ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസില്ലസ് ഡെൽബ്രൂക്കി സബ്സ്പ് ബൾഗാരിക്കസ്. ബ്രിട്ടനിലെ റോയൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സുവർണ മെഡൽ നേടിയ ഇന്ത്യൻ വംശജന് ആരാണ്? പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണി. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമേത്? സാക്ഷരതാ മിഷന്. വിദ്യാർത്ഥി വിസയ്ക്കുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ ഏറ്റവും ഉയർന്ന തട്ടിപ്പു സാധ്യതയുള്ള വിഭാഗത്തിലേക്ക് മാറ്റിയ രാജ്യമേത്? ഓസ്ട്രേലിയ. UN സെക്രട്ടറി ജനറൽ അവാർഡ് നേടിയ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥ ആരാണ്? മേജർ സ്വാതി ശാന്തികുമാര്. ഏത് മലയാളി ഫോട്ടോഗ്രാഫറുടെ ചിത്രമാണ് ബ്രിട്ടീഷ് ജേണൽ ഓഫ് ഫോട്ടോഗ്രാഫിയുടെ പോർട്രേറ്റ് ഓഫ് ബ്രിട്ടൻ പുരസ്കാരം നേടിയത്? കീർത്തന. കവി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം സോളൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷന് ഏർപ്പെടുത്തിയ 2025 സുഗതകുമാരി പുരസ്കാരം നേടിയ കൃതി ഏതാണ്? രൗദ്രസാത്വികം. കർത്താവ്. പ്രഭാവർമ്മ. വിക്കിപീഡിയയുടെ 25ാം വാർഷികത്തില് വിക്കിമീഡിയ ഫൗണ്ടേഷന് പുറത്തിറക്കുന്ന ഡോക്യു സീരീസില് ഇടം പിടിച്ച ഏക ഇന്ത്യക്കാരി ആരാണ്? കോഴിക്കോട് സ്വദേശിയായ ഡോ നദ ഹുസൈനന്. 25ാം വാർഷികത്തില് വിക്കിപീഡിയ ഏതെല്ലാം AI കമ്പനികൾക്കാണ് ഉള്ളടക്കം ഉപയോഗിക്കുന്നതിന് അനുവാദം നൽകിയത്? ആമസോണ്, മെറ്റ, മൈക്രോസോഫ്റ്റ്. നടന് ഉണ്ണികൃഷ്ണന് നമ്പൂതിരിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നേടിയത് ആരാണ്? ശ്രീനിവാസന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രത ഏത് സംസ്ഥാനത്തിലാണ്? കേരളം. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ജി സഞ്ജു. 2026 മുതൽ 27 വരെ സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ്? 2026 ഫെബ്രുവരി 1 ഞായറാഴ്ച. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂൺ വർക്ക് നിയർ ഹോം പദ്ധതി ആരംഭിക്കുന്നത് എവിടെ? കൊട്ടാരക്കര. അയർലൻഡിന്റെ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച മലയാളി ആരാണ്? ഫെബിൻ മനോജ്. അരനൂറ്റാണ്ടിനുശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതി ഏതാണ്? ആർടെമിസ്. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 ഡാനിയേൽ പുരസ്കാരം നേടിയത് ആരാണ്? ശാരദ. 2025 സമാധാന നൊബേൽ പുരസ്കാര ജേതാവായ മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച പുരസ്കാരം ആർക്കാണ് സമ്മാനിച്ചത്, കൈമാറിയത്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിക്കിപീഡിയയുടെ 25ാം വാർഷികത്തില് വിക്കിമീഡിയ ഫൗണ്ടേഷന് പുറത്തിറക്കുന്ന ഡോക്യു സീരീസില് ഇടം പിടിച്ച ഏക ഇന്ത്യക്കാരി ആരാണ്? കോഴിക്കോട് സ്വദേശിയായ ഡോ നദ ഹുസൈനന്. 25ാം വാർഷികത്തില് വിക്കിപീഡിയ ഏതെല്ലാം AI കമ്പനികൾക്കാണ് ഉള്ളടക്കം ഉപയോഗിക്കുന്നതിന് അനുവാദം നൽകിയത്? ആമസോണ്, മെറ്റ, മൈക്രോസോഫ്റ്റ്. നടന് ഉണ്ണികൃഷ്ണന് നമ്പൂതിരിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നേടിയത് ആരാണ്? ശ്രീനിവാസന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രത ഏത് സംസ്ഥാനത്തിലാണ്? കേരളം. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ജി സഞ്ജു.